Good morning, everyone. Today we are going to study art for art's sake. So, art for art's sake is a philosophical concept that asserts art should exist independently of any external purpose or social function such as moral, political, or commercial goals. The idea emphasizes the intrinsic value of art, meaning that its worth is found in the creation and experience of the work itself rather than in what it may represent or achieve in other areas of life. So, art for art's sake is a philosophical concept and it asserts the ഇൻട്രൻസിക് വാല്യൂ ഓഫ് ആർട്ട്. അതായത് ആർട്ടിന് അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി എക്സ്റ്റേണൽ ഫങ്ഷൻസ് ഓഫ് പേർപ്പസ്. ആർട്ടിന് അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. അതിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് അതിന് പുറമേയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പേർപ്പസ് വച്ചിട്ടാകരുത് എന്ന് പറയുന്ന ഒരു ഫിലോസോഫിക്കൽ കോൺസെപ്റ്റാണ് ആർട്ട് ഫോർ ആർട്സ് സേക്ക്. And it suggests that art should not be judged or created based on its ability to teach, persuade or serve a moral, political or commercial purpose. നമുക്കതിനൊരു ഇപ്പോൾ ആർട്ടിന് ഒരു കാര്യം പഠിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നൊക്കെ പറയുന്നതാകരുത് ആർട്ടിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് ഇതിനൊക്കെ ഉള്ളൊരു മീഡിയമായിട്ട് മാറരുത് എന്ന് പറയുന്ന ഒരു ഫിലോസോഫിക്കൽ കോൺസെപ്റ്റാണ് ആർട്ട് ഫോർ ആർട്സ് സേക്ക്. And this concept emerged during the 19th century, particularly in response to the moralistic and utilitarian views of art that had sought to use art for societal improvement or to teach lesson. So, ഇത് തുടങ്ങുന്ന, അല്ലെങ്കിൽ ഇത് became a popular idea in the 19th century. 19th centuryയിലാണിത് ഒരു പോപ്പുലർ ഐഡിയ ആയിട്ട് വരുന്നത്. ആൻഡ് ഇറ്റ് emerged as a reaction against the belief that art should have a practical purpose like teaching lessons or improving society. അതായത് നമ്മുടെ സൊസൈറ്റിയെ പഠിപ്പിക്കുക, ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ ഒരു പ്രാക്ടിക്കൽ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ആർട്ട് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ബിലീഫ്, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് എന്ത് വരിക, ഈ ഒരു കോൺസെപ്റ്റ് വരിക. ഓക്കെ, സോ proponents like French poet and critic Théophile Gautier and later figures like Oscar Wilde argued that art should be appreciated for its beauty, form and emotional power without being constrained by expectations or external utility. So the thinkers like French poet Théophile Gautier, Gautier, Gautier എന്ന് വേണം പ്രൊനൗൺസ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ഓസ്കർ വൈൽഡ്, ഇവരൊക്കെ പറഞ്ഞ എന്താ, ആർട്ട് ഷുഡ് ബി വാല്യൂഡ് സിംപ്ലി ഫോർ ഇറ്റ്സ് ബ്യൂട്ടി. ആ ഒരു ആർട്ട് എങ്ങനെ നമ്മളതിൻ്റെ ബ്യൂട്ടിയും അതിൻ്റെ ഒരു സ്റ്റൈൽ, അതുപോലെ തന്നെ ദ ഫീലിംഗ് ഇറ്റ് ബ്രിങ് ഔട്ട് ഇൻ പീപ്പിൾ, ഈ കാര്യങ്ങൾ ഇതാകണം ഒരു ആർട്ടിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ. ഓക്കെ എന്ന് പറയുന്ന ഒരു ഫിലോസോഫിക്കൽ മൂവ്മെൻ്റാണ് എന്ത്, ആർട്ട് ഫോർ ആർട്സ് സേക്ക്. So, these philosophers, they believed that art didn't need to teach anything. ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, or it need not serve a specific purpose. ഒരു ആവശ്യത്തിന് ഒരു സ്പെസിഫിക് പേർപ്പസ് ഒന്നും ഇതിനാവശ്യമില്ല. ഇറ്റ് ഷുഡ് ബി എൻജോയ്ഡ് ഫോർ ഇറ്റ്സ് ഓൺ സേക്ക് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ഓർ മൂവിങ്. നമുക്കൊരു പെയിൻറ്റിങ് കാണുമ്പോൾ അതിലൂടെ ആൾക്കാർക്ക് എന്ത് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ പെയിൻറ്റിങ് എത്രത്തോളം അതിന് ഭംഗിയുണ്ട്, അത് ആൾക്കാരെ എങ്ങനെ പിടിച്ചിരുത്തുന്നു, അല്ലെങ്കിൽ ആ എന്ത് ഇമോഷനാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്, അതൊക്കെ വേണം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ. ആ ആർട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ആ ആർട്ട് കൺവേ ചെയ്യുന്ന മെസ്സേജ് ആകരുത്, പകരം അതിലൂടെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, അതായത് അത് ഒരു പോയമായാലും ഒരു പെയിൻറ്റിങ് ആയാലും ഒക്കെ അതിലൂടെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആകണം എന്നുള്ളതാണ് പറയുന്നത്. Okay, essentially it upholds the idea that art is a form of expression and its value lies in the act of creation and aesthetic experience it offers to the viewer or audience. അതിപ്പോൾ വ്യൂവർ ആയാലും അല്ലെങ്കിൽ ഓഡിയൻസ് ആയാലും, അതൊരു ഡ്രാമ ആയാലും ഒരു പെയിൻറ്റിങ് ആയാലും ഒരു പോം ആയാലും, അത് എന്താണോ നമുക്ക് കൺവേ ചെയ്ത് തരുന്നത് അതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി,
അല്ലെങ്കിൽ ഒരു പോയട്രി ആണെങ്കിൽ അത് നമുക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ. The concept of art for art's sake can be traced through different literary periods, each of which approached the idea in unique ways. Here is how it evolved across various literary periods. ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഓരോ പീരീഡിൽ ഓരോ ലിറ്റററി പീരീഡ് എടുത്തു കഴിഞ്ഞാലും ഓരോ രീതിയിലാണ് ആർട്ടിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഇവിടെ റിനൈസൻസ് പീരീഡ് മുതലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓരോ പീരീഡിലും എങ്ങനെയാണ് ഈ കോൺസെപ്റ്റിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. So first is Renaissance period, 14th century to 17th century. During the Renaissance, the focus was on the revival of classical Greek and Roman ideals, with an emphasis on the role of art and literature in moral and intellectual improvement. Art was viewed as a means of elevating humanity and imparting moral lessons. So during this period, during the Renaissance, people believed art was a way to improve society. നമ്മൾ ആൾക്കാർ ഒരു സൊസൈറ്റി ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ ടു ടീച്ച് മോറൽ ലെസൺ വി ക്യാൻ യൂസ് ആർട്ട് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ റിനൈസൻസ് പീരീഡിനെ കണ്ടിരുന്നത്. സോ ദേ ഫോക്കസ്ഡ് ഓൺ റിവൈവിങ് ക്ലാസിക്കൽ ഐഡിയാസ് ഫ്രം ഏൻഷ്യൻ ഗ്രീക്ക് ആൻഡ് റോമൻ. അത് റോമിലെയും ഗ്രീസിലെയൊക്കെ ക്ലാസിക്കൽ ഐഡിയാസ് എങ്ങനെ അന്നത്തെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാം, അത് ആർട്ടിലൂടെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് അന്ന് റിനൈസൻസ് പീരീഡിൽ ആർട്ടിനെ കുറിച്ച് ആൾക്കാർ വിശ്വസിച്ചിരുന്ന കാര്യം. ഓക്കെ. സോ വി ക്യാൻ സേ ദാറ്റ് art for art's sake contrast the Renaissance ideal of art being useful for the advancement of knowledge and virtue contrasts with the later notion that art should be free from didactic or moralizing aim. So നമ്മൾ ആദ്യം പറഞ്ഞ കോൺസെപ്റ്റ് വെച്ച്, അതായത് ആർട്ട് ഫോർ ആർട്സ് സേക്ക് എന്ന് പറയുന്ന ആ ഒരു ഫിലോസോഫിക്കൽ കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് കോൺട്രാസ്റ്റിംഗ് ആയിട്ടാണ്. അന്നത്തെ റിനൈസൻസ് പീരീഡിൽ ആർട്ട് വാസ് മെൻ ടു ബി യൂസ്ഫുൾ ഫോർ ടീച്ചിങ് ഓർ ഇംപ്രൂവിങ് പീപ്പിൾ, അല്ലേ? ആൾക്കാർ ഒരു കാര്യം പഠിപ്പിക്കുക അല്ലെങ്കിൽ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യുക, സൊസൈറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആർട്ടിനെ യൂസ് ചെയ്യാമെന്നായിരുന്നു റിനൈസൻസ് പീരീഡിൽ വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ ആർട്ടിന് അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ട്. ആ ഒരു ബ്യൂട്ടിയുടെ അപ്പുറത്തേക്ക് ആർട്ടിനെ ഉപയോഗിക്കുകയായിരുന്നു ചെയ്തിരുന്നത് റിനൈസൻസ് പീരീഡിൽ. ഓക്കെ. So that was during 14th to 17th century. So next is Romanticism, late 18th century to mid 19th century. Romanticism was a reaction against the Enlightenment's emphasis on reason and industrial revolution's mechanization of life. Romantics focused on emotion, individualism, and sublime in nature. The Romantics emphasized the power of art as an expression of the artist's feelings, intuition, and inner vision, a precursor to the idea of art for its own sake. They believed that art should not be bound by traditional forms or external expectations. So in the romantic period എങ്ങനെയായിരുന്നു? Romanticism was a reaction against rational scientific thinking of the Enlightenment. Enlightenmentന് against അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ആയിട്ടാണല്ലോ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് വരുന്നത്. സോ ദിസ് റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ആക്ച്വലി ഫോക്കസ്ഡ് ഓൺ ഇമോഷൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫീലിങ്സ്, നേച്ചേഴ്സ് ബ്യൂട്ടി, ഇതൊക്കെയല്ലേ പറയുക. അപ്പോൾ ഈ റൊമാൻറ്റിക് പീരീഡിൽ ആർട്ട് എന്തിനാണ് യൂസ് ചെയ്തത്? ഈ നമ്മൾ പറഞ്ഞ പോലെ ഇമോഷൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഇതിപ്പോൾ ഡാഫഡിൽസ് എന്നുള്ള പോയം എടുക്കുകയാണെങ്കിൽ പോയറ്റിൻ്റെ ഇമോഷൻ എന്താണ് എന്നുള്ളതാണ് ആ പോയത്തിലൂടെ കൺവേ ചെയ്യപ്പെടുന്നത്, അല്ലേ? അപ്പോൾ അല്ലാതെ ആർട്ടിന് എങ്ങനെയാണ് അല്ലെങ്കിൽ ആർട്ടിന് വേണ്ടിയിട്ട് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഒരു ഫീലിംഗ് ആകാം, അല്ലെങ്കിൽ ഒരു ഇമോഷൻ ആകാം, അല്ലെങ്കിൽ നേച്ചേഴ്സ് ബ്യൂട്ടി ആകാം, ഇങ്ങനെയുള്ള ഐഡിയാസ് കൺവേ ചെയ്യാനായിട്ട് ആർട്ടിനെ യൂസ് ചെയ്തിരുന്നു. ഓക്കെ. ആൻഡ്
While the Romantics saw art as a means of personal and emotional expression, they also believed it could serve a higher spiritual or universal truth. However, their focus on individual expression foreshadowed the later ideal of art existing purely for its own intrinsic value. നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കാനല്ലെങ്കിൽ പോലും ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? റൊമാൻറ്റിക്സ് തോട്ട് ആർട്ട് ഷുഡ് എക്സ്പ്രസ് ദ ആർട്ടിസ്റ്റ് ഇമോഷൻസ് ആൻഡ് ഐഡിയാസ്. ആർട്ടിസ്റ്റിൻ്റെ ഇമോഷൻസും ഐഡിയാസും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വെഹിക്കിൾ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിരുന്നത്? ആർട്ടിനെ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ. And they also believed that art could reveal deeper truths about life. ലൈഫിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ മീനിങ് അല്ലെങ്കിൽ ട്രൂത്തൊക്കെ മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു വഴിയായിട്ടും റൊമാൻറ്റിക് പീരീഡിൽ റൈറ്റേഴ്സ് എന്താണ് ആർട്ടിനെ കണ്ടിരുന്നു. ആൻഡ് ദിസ് നമുക്ക് പറയാൻ പറ്റുന്നതാ. പക്ഷേ ഈ റൊമാൻറ്റിക് പീരീഡ് മുതൽ തന്നെ ആർട്ടിന് കുറച്ച് ഇമ്പോർട്ടൻസ് വരികയാണ് ചെയ്യുന്നത്. ഒരു മിയർ മീഡിയം എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്താ ചെയ്യുന്ന? ആർട്ടിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് വരുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് വാസ് ആക്ച്വലി or that was a step towards art for art's sake, because it started to value personal experience over moral or social messages. ഒരു മോറൽ മെസ്സേജ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്നതിനേക്കാൾ ഒരു പോയറ്റിൻ്റെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ എന്നുള്ളത് വരുമ്പോൾ നമ്മുടെ ആർട്ട് ഫോർ ആർട്സ് സേക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ പീരീഡിനെ കാണാൻ പറ്റും. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് aestheticism and decadence. The phrase art for art's sake became a central tenet of the aesthetic movement in the late 19th century, particularly in Britain and France. Aestheticism rejected the notion that art should have any moral, political, or educational purpose. Key figures: Oscar Wilde, Théophile Gautier, James McNeill Whistler were strong advocates of this concept. They argued that art should exist solely to be beautiful and provide an aesthetic experience rather than serving any social or moral purpose. So, തേർഡ് പീരീഡ് നമ്മൾ പറയുന്നത് എന്താണ്? എസ്തെറ്റിസിസം ആൻഡ് ഡിക്കേഡൻസ്. ഇറ്റ് ഈസ് ഡ്യൂറിങ് ദ ലേറ്റ് 19th century. So, during this period, this movement fully embraced the concept art for art's sake. അതായത് നമ്മൾ ഈ ആർട്ട് ഫോർ ആർട്സ് സേക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഫിലോസോഫിക്കൽ കോൺസെപ്റ്റ് മുഴുവനും എന്താണ് ഫുള്ളി എംബ്രേസ് ചെയ്തിട്ടുള്ള ഒരു പീരീഡാണ് എസ്തെറ്റിസിസം അല്ലെങ്കിൽ ഡിക്കേഡൻസ് നമുക്ക് പറയാൻ പറ്റും. സോ the philosophers like Oscar Wilde or Théophile Gautier etc., they were the strong advocates of this concept. അവരെന്താ പറഞ്ഞ? ആർട്ട് ഷുഡ് എക്സിസ്റ്റ് സോൺലി ടു ബി ബ്യൂട്ടിഫുൾ ആൻഡ് പ്രൊവൈഡ് ആൻ എസ്തെറ്റിക് എക്സ്പീരിയൻസ്. അതായത് ഒരു സോഷ്യൽ പേർപ്പസ്, ആർട്ട് ഷുഡ് ബി വാല്യൂഡ് ഫോർ ബ്യൂട്ടി എലോൺ. അതായത് അതിൻ്റെ ഭംഗി ഏത് രീതിയിലുള്ളതായാലും, വിഷ്വലാകാം, അതുപോലെ തന്നെ നമ്മൾ ആർട്ടിസ്റ്റിക് ആകാം, ഏത് രീതിയിലുള്ള ബ്യൂട്ടി ആണെങ്കിലും അത് കൺവേ ചെയ്യുക. ആർട്ട് ഷുഡ് ബി വാല്യൂഡ് ഫോർ ഇറ്റ്സ് ബ്യൂട്ടി അലോൺ, നോട്ട് ഫോർ എനി ലെസൺ ഓർ പൊളിറ്റിക്കൽ പേർപ്പസ് എന്നുള്ളതാണ് ഈ പീരീഡിൽ വരുന്നത്. സോ അത് തന്നെയാണല്ലോ നമ്മൾ ആർട്ട് ഫോർ ആർട്സ് സേക്ക് എന്നുള്ള കോൺസെപ്റ്റിലും പറയുക. സോ അതുകൊണ്ട് ഈ പീരീഡിൽ എന്തോ പറയാം? ഡ്യൂറിങ് ദിസ് പീരീഡ് റെപ്രസെൻറ്റ് ദ ഫുൾ എംബോഡിമെൻറ്റ് ഓഫ് ദ ആർട്ട് ഫോർ ആർട്സ് സേക്ക് മൂവ്മെൻറ്റ്, എംഫസൈസിങ് ദാറ്റ് ആർട്ട് ഈസ് എ ഫോം ഓഫ് ബ്യൂട്ടി ഇൻ ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ്സ് value is not contingent on any external context like social change or political message. So in this period the idea became clear. So art's value lies in its ability to be beautiful. അതായത് എത്രത്തോളം ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ how it can evoke feelings or and it should not have to teach anything or serve a social service അല്ലെങ്കിൽ ഒരു പേർപ്പസ് ഒന്നും വേണ്ട ആവശ്യമില്ല എന്നുള്ളത് പറയുന്ന വളരെ ക്ലിയറായിട്ട് പറയുന്ന ഒരു പീരീഡും കൂടിയായിരുന്നു എന്ത്? എസ്തെറ്റിസിസം ആൻഡ് ഡിക്കേഡ് ഡ്യൂറിങ് ദ ലേറ്റ് 19th century. So next period is modernism. So modernism, a broad cultural movement, rejected the certainties of the past and experimented with new forms and structures. While modernists often explored art's role in society, they also embraced the idea that art could be a place for innovation, self-expression, and breaking away from tradition.
സോ നെക്സ്റ്റ് പറയുന്നത് എപ്പോഴാണ്? മോഡേണിസ്റ്റ് പീരീഡ്. മോഡേണിസ്റ്റ് പീരീഡ് ഇസ് ഫ്രം ലേറ്റ് 19th to mid 20th century. Modernism was about ഇറ്റ് ഈസ് വി ക്യാൻ സേ മോഡേണിസം ആസ് എ ബ്രോഡ് കൾച്ചറൽ മൂവ്മെൻറ്റ്. അറിയാമല്ലോ, നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ഐഡിയാസും റിജക്റ്റ് ചെയ്യുന്ന ഒരു പീരീഡും കൂടിയാണ് മോഡേണിസ്റ്റ് പീരീഡ്. അതുപോലെ തന്നെ അവർ പുതിയ ഫോംസ്, ലിറ്റററി ഫോംസ് ഒക്കെ എടുത്താലും സ്ട്രക്ചറൊക്കെ പുതിയ മെത്തേഡ്സ് ട്രൈ ചെയ്യുന്ന പീരീഡും കൂടിയാണ്. സോ അപ്പോൾ ഇവിടെ മോഡേണിസം വാസ് അബൌട്ട് ബ്രേക്കിംഗ് അവേ ഫ്രം ഓൾഡ് ട്രഡീഷൻസ് അല്ലേ, എക്സ്പെരിമെൻറ്റിങ് വിത്ത് ന്യൂ സ്റ്റൈൽസ്. സോ പക്ഷേ സം മോഡേണിസ്റ്റ് ദേ സ്റ്റിൽ ലുക്ക് അറ്റ് ഹൗ ആർട്ട് fit into society, or many believed art should be an expression of the artist's creativity and unique vision. അതായത് ഒരു ആർട്ടിസ്റ്റ് പുള്ളിയുടെ ഐഡിയ എങ്ങനെ കൺവേ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻസ് വരിക. അതായത് ഒരു കഥ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന എങ്ങനെയാണ്, ഒരു നല്ല സ്റ്റോറി ആയിരിക്കണം, ആ പ്ലോട്ടിനാണ് ഇമ്പോർട്ടൻസ് വരുന്നതെങ്കിൽ ഈ മോഡേണിസ്റ്റ് പീരീഡ് വരുന്ന ആ സ്റ്റൈലിനാണ് ഇമ്പോർട്ടൻസ് വരിക. എങ്ങനെ ഒരു റൈറ്റർ അത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരിക. ഓക്കെ, അപ്പോൾ ആർട്ട് ഷുഡ് ബി ആൻ എക്സ്പ്രഷൻ ഓഫ് ദ ആർട്ടിസ്റ്റ് ക്രിയേറ്റിവിറ്റി. അതായത് ആർട്ടിസ്റ്റിൻ്റെ ക്രിയേറ്റിവിറ്റി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ മോഡേണിസ്റ്റ് മൂവ്മെൻറ്റ് വരിക. ആർട്ടിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഹൗ എ റൈറ്റർ ഓർ എ പോയറ്റ് ഓർ an artist express his idea in a unique way എന്നുള്ളത് വെച്ചിട്ടാണ്. ഓക്കെ, സോ in connection to art for art's sake, modernist writers like T.S. Eliot and James Joyce were often concerned with the aesthetic dimensions of their work. Although many modernists engaged with social, political and psychological themes, there was still a sense of art existing in a separate realm, sometimes removed from immediate concern of utilitarian value. For example, the fragmented forms and stream of consciousness technique used by modernist writers could be seen as an exploration of art's value beyond conventional storytelling or didactic purpose. So even though this modernists often used art to explore social or political or personal themes, they also see art as something that existed apart from practical purpose. അതായത് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ പേർപ്പസ് അല്ല, അതായത് നമ്മുടെ സാധാരണ നമ്മൾ യൂസ് അതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല ആർട്ടിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പുതിയ രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ രീതിയിൽ ഒരു കാര്യം എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ വരിക. അവിടെയും എന്ത് വരുന്നുണ്ട്, അപ്പോൾ ആർട്ടിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അല്ലേ. ഒരു കഥ, അതിൻ്റെ പ്ലോട്ട് സാധാരണ രീതിയിൽ പറയുന്നതിനേക്കാൾ ഉപരി അതിനെ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡിൽ പറയുമ്പോൾ എന്താ ചെയ്യുക, അതിന് മറ്റൊരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് വരികയല്ലേ, പുതിയ രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അവിടെയും എന്ത് വരികയാണ് ചെയ്യുന്നത്, ആർട്ടിന് ഇമ്പോർട്ടൻസ് വരികയാണ് ചെയ്യുന്നത് അല്ലേ. സോ when these writers used new techniques that didn't always have clear moral lessons or traditional structures, focusing instead on the art itself, അവിടെയും ആർട്ടിനാണ് ഇമ്പോർട്ടൻസ് വരിക. സോ നമുക്ക് പറയാൻ പറ്റും മോഡേണിസ്റ്റ് പീരീഡിലും എന്തുണ്ട്, ആർട്ടിന് ആവശ്യത്തിന് ഇമ്പോർട്ടൻസ് കിട്ടിയിരുന്നു എന്ന് നമുക്ക് പറയാം. Okay, and last one is postmodernism. It is during the mid-20th century to present. Postmodernism challenges traditional notions of art and meaning, often embracing irony, pastiche, and blending of genres. While it critiques the grand narratives of the past, it also embraces a certain playfulness with form and content. So, postmodernism challenges the old rules and mixes it with new or different styles. നമ്മൾ പഴയ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാണ്ട് പുതിയ സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇതിൽ തന്നെ ദേ ഓഫൺ യൂസ് ഹ്യൂമർ, ഐറണി, പിന്നെ പല ജാനേഴ്സും മിക്സ് ചെയ്ത് പറയുക, ഇങ്ങനെയൊക്കെയായിരുന്നു പോസ്റ്റ് മോഡേണിൽ നമ്മൾ കാണുക.
It shows that art doesn't have to fit into any one category. ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ നമുക്കിപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ നമുക്ക് പോം കാണാൻ പറ്റുമായിരിക്കും. അതിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു പ്രോവേർബ് കാണാൻ പറ്റുമായിരിക്കും, ചില ഫ്രേസസ് കാണാൻ പറ്റുമായിരിക്കും. അതിൻ്റെ ഒരു പെർട്ടിക്കുലർ നമ്മൾ പൊയറ്റിക് ഫോം ഉണ്ടാകണമെന്നില്ല. സോ ഈ രീതിയിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അവിടെയും എന്ത് ചെയ്യാണ്, ആർട്ടിനെ ഒരു പെർട്ടിക്കുലർ ഫോമിലേക്ക് പോകാണെങ്കിൽ ഇങ്ങനെ വേണം എന്നുള്ളൊരു ഐഡിയ വരുന്നില്ല. ഓക്കെ, സോ കണക്ഷൻ ടു ആർട്ട് ഫോർ ആർട്ട്സ് സേക്ക്, പോസ്റ്റ് മോഡേണിസം കണ്ടിന്യൂസ് ദ നോഷൻ ഓഫ് ആർട്ട് ബീങ് ഫ്രീ ഫ്രം ദ കൺസ്ട്രെയിൻസ് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അജൻഡാസ്, often through self-referential and experimental works. While the focus is less on beauty, the notion of art existing on its own space, disconnected from external utility, still resonates. So, ഇവിടെ വരുന്ന സമയത്ത് എന്താ, പോസ്റ്റ് മോഡേണിസം എംപ്രേസ് ദ ഐഡിയ ദാറ്റ് ആർട്ട് ഡസൻറ്റ് നീഡ് ടു സെർവ് എ മോറൽ ഓർ പൊളിറ്റിക്കൽ അജണ്ട. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയോ ഒരു മോറൽ അജണ്ടയോ ഒന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അത് ഒരു ആർട്ടിന് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ആർട്ട് ക്യാൻ സ്റ്റാൻഡ് ബൈ ഇറ്റ്സ് ഓൺ, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേണിസം ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻകറേജസ് പ്ലേഫുൾനെസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, ഫോക്കസിങ് മോർ ഓൺ ബ്രേക്കിംഗ് നോംസ്. നമ്മൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾസ് അല്ലെങ്കിൽ ഒരു ഫോം ഫോളോ ചെയ്യാണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് പുതിയതായിട്ട് വേണമെങ്കിൽ ഒരു റൈറ്ററിന് വേണമെങ്കിൽ പുതിയതായിട്ടൊരു ഫോം തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അവിടെ ആർട്ടിന് എന്താണ്, പുതിയൊരു തലത്തിലേക്ക് അത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതിനൊരു സമ്മറൈസ് ചെയ്യുക, ഓരോ പീരീഡിലും എന്താ പറഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. റിനൈസൻസ് പീരീഡിൽ എന്തായിരുന്നു ചെയ്തത്, ആർട്ട് ആസ് എ ടൂൾ ഫോർ മോറൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഇംപ്രൂവ്മെൻറ്റ് അല്ലേ. ആർട്ട് അവർ സീൻ ആസ് സംതിങ് ടു ടീച്ച് പീപ്പിൾ ആൻഡ് ഇംപ്രൂവ് സൊസൈറ്റി ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആൾക്കാരെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു അന്ന് റിനൈസൻസ് പീരീഡിൽ ആർട്ടിനെ യൂസ് ചെയ്തിരുന്നത്. ഇനി റൊമാൻറ്റിസിസം, ആർട്ട് ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണൽ ഇമോഷൻ ആൻഡ് ഇന്നർ വിഷൻ ആൻറ്റിസിപ്പേറ്റിംഗ് ആർട്ട് ഫോർ ആർട്ട്സ് സേക്ക്. അപ്പോൾ ആർട്ട് ഫോർ ആർട്ട്സ് സേക്ക് എന്ന് പറയുന്നത് തുടങ്ങുന്ന, അല്ലെങ്കിൽ ഇറ്റ് ലെയ്ഡ് ദ ഗ്രൗണ്ട് വർക്ക് ഡ്യൂറിങ് ദിസ് പീരീഡ്. ആർട്ട് സ്റ്റാർട്ടഡ് ടു ബി വാല്യൂഡ് ഫോർ എക്സ്പ്രസിങ് പേഴ്സണൽ ഫീലിങ്സ് ആൻഡ് ഐഡിയാസ്. അവരുടെ പേഴ്സണൽ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ആർട്ടിന് അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി കൊടുക്കാൻ തുടങ്ങുന്നത് ഈ പീരീഡിലാണ്. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് എസ്തെറ്റിസിസം ഓർ ഡിക്കേഡൻസ്. ആൻഡ് art's beauty is its primary value with no other functions and purpose. So ഈ പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്, ആർട്സ് ബ്യൂട്ടി വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്നുള്ളത് വരുന്ന, വിത്ത് നോ നീഡ് ടു ടീച്ച് ലെസൺ ഓർ സെർവ് എനി അതർ പർപ്പസ്. മറ്റൊന്നും പഠിപ്പിക്കുകയോ അതിന് വേറെ എന്തെങ്കിലും അതിനൊരു പേർപ്പസോ ഒന്നും ആവശ്യമില്ല. ആർട്ടിന് അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി മാത്രം ഉണ്ടായാൽ മതി എന്ന് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ആർട്ട് ഫോർ ആർട്ട്സ് സേക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പീരീഡാണ് എസ്തെറ്റിസിസം ഓർ ഡിക്കേഡൻസ്. ദെൻ മോഡേണിസത്തിൽ എന്താ വരിക, എ മോർ കോംപ്ലെക്സ് ആൻഡ് ഫ്രാഗ്മെൻറ്റഡ് വ്യൂ ഓഫ് ആർട്ട് ദാറ്റ് സ്റ്റിൽ അക്നോളജ് ആർട്ട് ആസ് എൻ ഫോം ഓഫ് എക്സ്പ്രഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മോറൽ ഓർ സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ്. അതായത് ആർട്ടിനെ ഒരു ഇന്നവേറ്റീവ് അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പ്രഷന് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ it didn't have a even if it didn't have a clear moral or social goal, art can be used for or a personal expression or to convey an innovative idea എന്നൊക്കെ പറയുന്ന ഒരു നമുക്ക് ആർട്ട് ഫോർ ആർട്ട്സ് സേക്കിൻ്റെ കോൺസെപ്റ്റുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു രീതി തന്നെയാണ് മോഡേണിസ്റ്റ് പീരീഡിലും ഫോളോ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡ്യൂറിങ് ദ പോസ്റ്റ് മോഡേൺ പീരിയഡ് art becomes a space for experimentation and subversion, continuing the tradition of art existing beyond practical or moral aims. And during the postmodern period, what happened, art became more experimental, continue to reject the idea that it must serve a specific purpose. നമ്മൾ അതേ കാര്യം തന്നെയാണ്, അതായത് ഒരു എസ്തെറ്റിസിസം ആൻഡ് ഡിക്കേഡൻസ് എന്നുള്ള പീരീഡ് തൊട്ട് ഇങ്ങോട്ട് എന്താ, ആർട്ടിന് ഒരു സ്പെസിഫിക് പേർപ്പസ് വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒരു പീരീഡിലും അത് ഫോളോ ചെയ്യുന്നില്ല. നമ്മുടെ റിനൈസൻസ് പീരീഡിൽ മാത്രമാണത് അങ്ങനെയൊരു ഐഡിയ ഉണ്ടായിരുന്നത്. റൊമാൻറ്റിക് പീരീഡിൽ അത് മാറാൻ തുടങ്ങി. പിന്നെ വന്ന പീരീഡ്സിലെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊരു കോൺസെപ്റ്റ്
മാറി വരുന്നുണ്ട്. ആൻഡ് ത്രൂ ഔട്ട് ദീസ് പീരീഡ് ദ ഐഡിയ ഓഫ് ആർട്ട് ഫോർ ആർട്ട്സ് സേക്ക് ചേഞ്ച്ഡ് വിത്ത് ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ്. And it all these periods focus on art's freedom from outside expectations. മറ്റുള്ളവർ എങ്ങനെ വേണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. ആർട്ട് ക്യാൻ സ്റ്റാൻഡ് ബൈ ഇറ്റ്സ് ഓൺ, ഇറ്റ് ഷുഡ് ബി വാല്യൂഡ് ഫോർ ഇറ്റ്സ് ഓൺ ബ്യൂട്ടി എന്നുള്ളത് ആണ് ഓരോ പീരീഡിലും നോക്കിയിരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ആർട്ട് ഫോർ ആർട്ട്സ് സേക്കിൽ പഠിക്കാനുള്ളത്. ആൻഡ് ഒന്ന് വായിച്ച് നോക്കുക. താങ്ക് യു.